ഹരേ കൃഷ്ണ. തുളസിറാം അങ്ങനെ കാശിയിലെത്തുന്നു ഹനുമാൻ കഥയിൽ. കാശിയിലെത്തിയ തുളസിറാം നിരാഹാരനായി നിദ്ര വെടിഞ്ഞു ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് മഹാക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ചു. തുളസിറാമിൻ്റെ പെട്ടെന്നുള്ള മനംമാറ്റത്തിൽ ദുഃഖിതയായ ഭാര്യയും മാതാവും തപോവനത്തിലെത്തി ആത്മാറാമിനെ കണ്ട് വിവരം ധരിപ്പിച്ചു. ആത്മാറാം എന്ന് പറയുമ്പോൾ തുളസിറാമിൻ്റെ പിതാവാണ്. ഉടനെ ആത്മാറാം കാശിയിലെത്തി മകനെ കണ്ട് സന്തുഷ്ടനായി. അദ്ദേഹം മകനോട് പറഞ്ഞു, തുളസിറാം, നിന്നെക്കുറിച്ച് ഇനി എനിക്ക് ദുഃഖമില്ല. നീ എത്തിച്ചേരേണ്ട ഇടത്ത് തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇങ്ങനെ പുത്രനെ ആശീർവദിച്ച ശേഷം പിതാവ് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ മോക്ഷപ്രാപ്തി നേടി. ഭർത്താവിൻ്റെ കാണപ്പെട്ട ദൈവമായി കരുതിയിരുന്ന പത്നിയും അദ്ദേഹത്തെ അനുഗമിച്ചു. മാതാപിതാക്കളുടെ അവിചാരിതമായ മരണം തുളസിറാമിനെ അക്ഷരാർത്ഥത്തിൽ ദുഃഖിപ്പിച്ചിരുന്നു. തനിക്ക് എല്ലാ ദുഃഖങ്ങളും താങ്ങാനുള്ള ശക്തി നൽകണമേ എന്ന് തുളസിറാം മനസ്സുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരശരീരി തുളസിറാം കേട്ടു. തുളസീദാസ, നീ ദുഃഖം വെടിയൂ. നീ മാതാപിതാക്കളുടെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കുക. അതിനുശേഷം ഏകാഗ്ര ചിന്തയോട് തപസ്സനുഷ്ഠിച്ചാലും നിനക്ക് സർവ്വ ഐശ്വര്യങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ആ അശരീരി ശ്രവിച്ച തുളസിറാം ഗംഗാതീരത്തെത്തി മാതാപിതാക്കന്മാരുടെ മരണാന്തര കർമ്മങ്ങൾ നിർവഹിച്ചു. ശ്രീരാമചന്ദ്രമൂർത്തിയെ നേരിട്ട് കാണാനുള്ള ആകാംക്ഷ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥനയോട് ആഞ്ജനേയനെ ധ്യാനിച്ചുകൊണ്ട് അയാൾ തപസ്സനുഷ്ഠിച്ചു തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തുളസീദാസിൻ്റെ മുമ്പിൽ ഒരു ദിവ്യജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ അരുളി ചെയ്തു, ഹരേ കൃഷ്ണ. ഈ കഥാഭാഗത്തിൻ്റെ അടുത്ത ഭാഗം അടുത്തത്.